ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്നാണ് CPIയുടെ ആവശ്യം. ഈ ആവശ്യമാണ് CPI ആദ്യം മുതലേ ഉന്നയിച്ചത്. അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും CPI പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ആവശ്യമാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള CPI പ്രതികരണം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതെപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല. ചില പത്രങ്ങളൊക്കെ എഴുതുന്നു ഇത് CPIയുടെ വിജയമാണെന്ന്. ഞങ്ങൾ പറയുന്നു ഇത് CPIക്ക് സന്തോഷമുണ്ടാക്കുന്ന വിജയമാണ്. പക്ഷേ ഈ വിജയം LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. ഞാൻ ആവർത്തിക്കുന്നു, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. LDF രാഷ്ട്രീയത്തിന് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. അത് വ്യക്തമായി പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ ഗതിവിധികളിലും LDF ഒരു പ്രത്യേക നയത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പക്ഷമാണെന്ന് CPI കാണുന്നു. അത് വ്യാഖ്യാതാക്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ആ രാഷ്ട്രീയം എന്താണ്? തീവ്രമായ വലതുപക്ഷ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടയാളമായ RSS ആണ് മറുഭാഗത്തുള്ളത്. ആ RSS ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ നന്മകളെയും ഉരുക്കെടുത്തി രാജ്യമാകെ ഇരുട്ട് പരത്താൻ ശ്രമിക്കുന്നത്. ആ വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വഴിയാണ് RSS എപ്പോഴും നടക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ പോരാ. ആ വഴിയുടെ നേതാവാണ് RSS. ആ RSSുമായിട്ട് LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ കാര്യത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്.